ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് നൈറ്റിക്ക് സിബ് വെക്കാൻ നോക്കാം. അപ്പോൾ സാധാരണ ഒരു നൈറ്റിയുടെ സിബ് എന്ന് പറഞ്ഞാൽ 7 ഇഞ്ച് 8 ഇഞ്ച് വരെയൊക്കെ നെക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ സിബിൻ്റെ ആ റണ്ണറിൻ്റെ ആ ഭാഗം സ്റ്റാർട്ടിങ് ഒന്ന് മാർക്ക് ചെയ്ത് ജസ്റ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻഡിൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പീസ് തുണി വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ നീളം നോക്കിക്കോളൂ. 11 ഇഞ്ച് നീളവും ഒരു 3 ഇഞ്ച് ഒരു 3.5 ഇഞ്ച് വീതിയുള്ള തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വശത്തല്ല, ഉൾവശത്താണ് മാർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വശത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് ഒരു 8 ഇഞ്ച് ഒരു 7 ഇഞ്ച് നീളത്തിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. മേളിൽ 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് കണ്ടോ, ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻട്രൽ ലൈനിൽ നിന്നും ഒരു വി പോലെ നമുക്ക് കണ്ടോ ജസ്റ്റ് അതിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ ഒരു കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിബിൻ നമ്മൾ ആ ഒരു ലെങ്ത് ഇല്ലേ, നമ്മൾ റണ്ണർ ഔട്ടിട്ടും അതിൻ്റെ അടി ആ ഒരു ലെങ്ത്താണ് ഇതിൽ മാർക്ക് ചെയ്തേക്കുന്നത്. ഇത് നേരെ ഞാൻ ഉൾവശത്തും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ല വശത്ത് കാണിച്ചു തന്നത്. അപ്പോൾ നമുക്കിത് ഇത് നേരെ ഇവിടെ നമ്മുടെ നൈറ്റിയുടെ സെൻറ്റർ ആയിരിക്കണം അവിടെ വയ്ക്കുക. നമ്മൾ 1 ഇഞ്ച് പൊക്കി 1 ഇഞ്ച് താഴ്ത്തിയിട്ടില്ലേ നമ്മൾ മാർക്ക് ചെയ്ത്, ആ 1 ഇഞ്ച് താഴ്ത്തിയത് നമ്മളത് കണ്ടോ ഇങ്ങനെ മേലെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ആ ഒരു വി ഷേപ്പ് ഒന്ന് അടിച്ചു കൊടുക്കുക. നമ്മൾ സെൻറ്ററിൽ ഒരു ലൈൻ കൊടുത്തു, ശേഷം അതിനോട് ചേർത്തിനൊരു വി ഷേപ്പ് വരച്ചിട്ടുണ്ടായിരുന്നു. ആ വി ഷേപ്പിലാണ് അടിക്കേണ്ടത്, സെൻട്രൽ ലൈന് അടിക്കരുത്. സെൻറ്ററിൽ നിന്ന് ആ സെൻറ്ററിലെ ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു 4 ഇഞ്ച് ഗ്യാപ്പേ പാടുള്ളൂ, കൂടുതൽ പാടില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളത് സെൻറ്ററിൽ വന്ന് നീഡിലിറക്കി പ്രഷർ ഫുട്ട് പൊക്കി തുണി തിരിച്ചു, എന്നിട്ട് നമുക്കൊരു വി ഷേപ്പിൽ നമുക്കതങ്ങ് അടിച്ചു വരാം. ഇങ്ങനെയാകുമ്പോൾ മേൽവശവും പതിഞ്ഞിരിക്കും. നെക്ക് ചെയ്തിട്ട് സിബ് വെക്കുന്നതാണ് നല്ലത്. അങ്ങനെയാണ് കൂടുതൽ ആളുകൾ 99.9% ആളുകളും സിബ് വെക്കാറുള്ളത്. അല്ലെങ്കിൽ നെക്ക് ഡിസൈൻ ഇല്ലാത്തതായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്യുക. അതായത് നമ്മൾ ആ വി ഷേപ്പിൻ്റെ എക്സാക്ട്ലി സെൻറ്ററിൽ തയ്യൽ തട്ടാതെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പീസിനെ കണ്ടോ ആ ഒരു ഭാഗമൊക്കെ പതിഞ്ഞു പോയി, മേൽവശം കണ്ടോ ആ മടക്കൊക്കെ കറക്റ്റാക്കി വെച്ച് ഉള്ളിലോട്ടാക്കിയിട്ട് ആ വി ഷേപ്പ് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അതൊന്ന് വി ഷേപ്പിൽ കൂടെ ആ ഒരു തുണി പീസിൽ അത് നേരെ നൈറ്റിയുടെ ഉൾവശത്തേക്ക് ആക്കുക, വെക്കുക, ആ വി ഷേപ്പിൽ പതിച്ചടിക്കുക. അപ്പോൾ അതേ പതിച്ചടിക്കേണ്ട. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ കട്ടിങ്ങും നെക്ക് സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളതിൽ കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബ് വെക്കുന്ന പലവർക്കും ഡൗട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ എത്ര തവണ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ സിബ് വെക്കുന്ന പോർഷൻസ് വരുമ്പോൾ പലർക്കും ഡൗട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അറിയാവുന്നവർ സ്കിപ്പ് ചെയ്തോളൂ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ. അപ്പോൾ നമ്മളത് ഇങ്ങനെ അടിച്ച് ഇവിടെ വന്ന് ഇങ്ങനെ തിരിച്ച് ഇതിനെ നേരെ ഇതിൻ്റെ ഉള്ളിലോട്ടേക്കാക്കി നമ്മൾ വെക്കുക. നമ്മളത് അടിച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മേലെ നമ്മളൊരു പട്ട വെച്ച് കൊടുക്കാറുണ്ട്. അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്ത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി സിബ് വെച്ച് ഇത് നമ്മൾ ചെയ്തതിന് ഇനി സിബ് വെക്കാൻ പോകണം. സിബ് വെച്ചിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ പട്ട വെക്കും സാധാരണ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതിനി സിബ് വെക്കാൻ പോകണം. അപ്പം നമുക്ക് ആ ഭാഗത്ത് കറക്റ്റ് ആ വി ഷേപ്പ് ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ സിബ് വെക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് കണ്ടോ ഇങ്ങനെ നമ്മൾ കറക്റ്റാക്കി ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു വി ഷേപ്പിൽ കൂടെ അടിച്ചു കൊടുക്കാം. സിബ് കറക്റ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ സിബ് അങ്ങനെ എടുത്ത് കാണുമൊന്നുമില്ല, നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സിബ് മറഞ്ഞ് നിൽക്കാനായിട്ട് ഇതിൻ്റെ മേലെ പട്ട വെക്കണം നിർബന്ധങ്ങളില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ പട്ട വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് സിബ് വെച്ചിട്ട് നമുക്കത് നിർത്താം കേട്ടോ, സ്റ്റിച്ച് നിർത്താം. പിന്നെ അതിൻ്റെ മേലെ പട്ട വെച്ച് കൊടുക്കണം നിർബന്ധമില്ല. അപ്പോൾ അതേ നോക്കിക്കേ ഞാൻ ഇങ്ങനെ ചെയ്ത് ഇതുപോലെ ഇങ്ങനെ വന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാലും ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ബെല്ലും കൂടി പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളത് ഇതുപോലെ അടിച്ച് വരുന്നുണ്ട്. താഴെ വന്നിട്ട് നീഡിൽ ഇറക്കിയിട്ട് തുണി തിരിച്ചിട്ട് അടിച്ച് വരിക.
അപ്പം നമ്മളിത് അടിച്ചിട്ട് ഇത് കണ്ടല്ലോ, നമ്മുടെ സിബ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ മേലെ നമുക്കൊരു പീസ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു 11 ഇഞ്ച് നീളവും അതുപോലെ തന്നെ വീതി ഒരു 3.5 ഇഞ്ച് വീതിയുള്ള തുണി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കണ്ടോളൂ കേട്ടോ. കണ്ടോ, ഇതിന് നമുക്ക് മേൽവശത്തു നിന്നൊന്ന് മടക്കുക, ഒരു ഇഞ്ചോളം മടക്കുക, താഴ്വശത്തും 1 ഇഞ്ച് മടക്കുക. മേൽവശത്ത് 1 ഇഞ്ച് മടക്കി താഴ്വശത്ത് 1 ഇഞ്ച് മടക്കണം. അപ്പോൾ മേൽവശത്ത് നമ്മൾ മടക്കിയിട്ട് അതിൻ്റെ നടുവെന്നും മടക്കിയിട്ടുണ്ട്. നേരെ നമ്മളിങ്ങനെ വെക്കുക, ഈ ഒരു സൈഡിൻ്റെ ഒരു സൈഡ് സിബിനോട് ചേർത്ത് വെക്കുക. അടിവശത്തും കൂടി ഞാൻ മടക്കുന്നുണ്ട്, കണ്ടോളൂ കേട്ടോ. അതെ, മേൽവശത്ത് മടക്കിയതോടൊപ്പം 1 ഇഞ്ച് അടിവശത്തും കൂടി മടക്കുക. നഖം വെച്ചൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. അതേപോലെ മേൽവശം നമ്മൾ അതെ കണ്ട ഇങ്ങനെ ഈ വശം 2 വശവും മടക്കിയിട്ട് ഇങ്ങനെ വെക്കുക സെൻറ്റർ. എന്നിട്ട് ആ ഓപ്പണായ ഭാഗമാണ് നമ്മൾ നേരെ നമ്മുടെ സിബിനോട് ചേർത്ത് കഴുത്തിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിക്കണം. 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് അടിക്കുക. എന്നിട്ട് കറക്റ്റ് അടിച്ചിട്ട് ആ പട്ടയുടെ താഴെ വന്ന് നീഡിൽ ഇറക്കി നിർത്താം. എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന പട്ടേനെ അങ്ങോട്ട് സിബിൻ്റെ മേലേക്ക് മടക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ കൊടുത്തിനൊന്ന് പതിച്ചടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കോളൂ, വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ അങ്ങനെ വെച്ചിട്ട് അത് അടിക്കുന്നുണ്ട്, കണ്ടോ. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ അടിച്ച് വരുന്നുണ്ട്. എന്നിട്ട് ആ പട്ടയുടെ അവിടെ കറക്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് നേരെ തിരിഞ്ഞു, കണ്ടോ. ഇങ്ങനെ വന്നിട്ട് ഇതേ ഈ ആ പട്ടേനെ നമ്മളത് കമഴ്ത്തി കിടത്തി വെച്ചിട്ട് ഇതേ ഇതുപോലെ കണ്ടോ, ഈ സിബിൻ്റെ ആ പോയിൻ്റ് വരെ സ്ട്രെയിറ്റ് ആയിട്ട് വരിക. എന്നിട്ട് സിബ് തുടങ്ങുന്ന ഭാഗത്ത് നമ്മൾ എന്ത് നീഡിലങ്ങ് ഇറക്കി പ്രഷർ ഫുട്ട് പൊക്കി തിരിച്ചിട്ട് വീണ്ടും നമ്മൾ ഈ എഡ്ജിലേക്ക് വരിക, കണ്ടോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ അടിച്ചു പോരുക. അങ്ങനെയാണ് നമ്മളതിൽ പട്ട വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ മേലെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ എളുപ്പത്തിൽ നമ്മുടെ സിബ് വെച്ച് കഴിഞ്ഞു, അതുപോലെ തന്നെ അതിൻ്റെ മേലുള്ള കവറിങ് വെച്ച് കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കാതെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമ്മുടെ സിബ് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാനത് തുറന്ന് കാണിച്ചു തരണ്ടേ, സിബ് വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതെ, അപ്പോൾ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ നമുക്കുണ്ട്, ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്കും ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമ്മളിതിൻ്റെ കട്ടിങ്ങും നെക്ക് സ്റ്റിച്ചിങ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്ലീവൊന്നും ഞാൻ അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഇടുന്നില്ല. അപ്പോൾ ഇതാണിതിൽ 3XL ആണ്. അപ്പോൾ 3XL ആണ്, ഭയങ്കര വലിയ സൈസാണ്. അതുകൊണ്ടാണ് ഞാനിത് ഷേപ്പൊന്നും ആക്കിയില്ല. അതെ, ഇങ്ങനെയാണ് ഇത് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കാതെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്